ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നും ഞാനൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നത്. ഇന്ന് ഞങ്ങൾ തായിഫിലേക്കാണ് പോണത്. ഇതും സത്യം പറഞ്ഞാൽ പെട്ടെന്നുണ്ടായ പോക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്തെങ്കിലെല്ലാം പെട്ടെന്നുണ്ടായത് എന്ന് പറയുന്നത്. അതങ്ങനെയാണ്. നമ്മൾ കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടായിട്ട് അത് നടക്കാതാവും. പക്ഷേ പെട്ടെന്നുണ്ടാവണ യാത്രകൾ എന്തായാലും അത് പോവും. അപ്പോൾ നമ്മൾ മദീന പോയ പോലെ തന്നെ തായിഫിലേക്കും പെട്ടെന്ന് നമുക്ക് നാളെ തായിഫ് പോയാലോ, എന്നാൽ ഓക്കെ തായിഫ് പോവാം, അങ്ങനെ ഉണ്ടായൊരു പോക്കാണ് തായിഫ് പോക്ക്. അങ്ങനെ നമ്മൾ തായിഫിലേക്ക് ഇറങ്ങിയതാണ്. അതിൻ്റെ കൂടെ തായിഫിലേക്ക് രാത്രിയാണ് ഇറങ്ങുന്നത് കേട്ടോ. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നേരെ തായിഫിലേക്ക് പോയി അവിടെ റൂം എടുത്ത് പിറ്റേന്ന് തായിഫ് കറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് മക്കത്ത് ഞങ്ങളൊരു റിലേറ്റീവ്സ് ഉംറയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓരെ കാണാൻ വേണ്ടി ഞങ്ങൾ മക്കത്തേക്ക് പോയതാണ്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ ഈ ക്ലോക്ക് ടവർ ഇങ്ങനെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിന്ന്. മക്കത്ത് ഏത് ഭാഗത്തു കൂടെ പോയാലും ഈ ക്ലോക്ക് ടവർ അങ്ങനെ കാണാം നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ഓരെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉംറയിലാണ്. അപ്പോൾ ഒരു ഉംറ കഴിയുന്ന വരെ നമ്മളിവിടെ ഇങ്ങനെ ഓരോ റൂമിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഉംറയൊക്കെ കഴിഞ്ഞ് വന്ന് ഓരെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് തായിഫിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ തായിഫിലെത്തിയിട്ടോ. ഈ രണ്ട് സൈഡിലും നല്ല ഭംഗിയുണ്ട് ഈ റോഡ് കാണാൻ. ഫുള്ള് പച്ചപ്പായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ തായിഫിലെത്തി. പക്ഷേ ആ തായിഫ് എൻട്രി ചെയ്യണ ഒരു വീഡിയോ എടുക്കാണ്ടേനെ, അത് ഞാൻ വിട്ടുപോയി എടുക്കാൻ. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഓർമ്മ ആ വീഡിയോ എടുക്കാണ്ടല്ലോ എന്ന്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണല്ലേ ഉള്ളൂ. അപ്പോൾ വലിയ പരിചയമില്ല, എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം ഒന്നും വലിയ പരിചയമില്ല. ഇനിയിപ്പോൾ എല്ലാം ഇങ്ങനെ പരിചയമായി വരണം. ചില സ്ഥലത്ത് എത്തുമ്പോഴാണ് ഓർമ്മ ആവുക, അല്ല വീഡിയോ എടുത്തിട്ടില്ല, ഇവിടുത്തെ വീഡിയോ എടുത്തിട്ടില്ല, അപ്പോഴത്തേനും ആ സ്ഥലം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഇനിയൊക്കെ ഒന്ന് സെറ്റായിക്കാണ്ട് ഒന്ന് എല്ലാം പരിചയമായിട്ട് വരണം. അപ്പോൾ ഞങ്ങളിപ്പം പോണത് നേരെ റൂം നോക്കി കണ്ടാണ് പോണത്. തായിഫിൽ തന്നെ നല്ല തണുപ്പുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ റൂം എടുത്ത് നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ പോക്ക് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിന്. നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ റൂം കിട്ടാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടി. ഒരുപാട് റൂമിലും വില്ലയിലും ഒക്കെ ഞങ്ങൾ പോയി നോക്കി, റിസോർട്ടിലും ഒക്കെ പോയി നോക്കി. പക്ഷേ എവിടെയും റൂമില്ല. എല്ലാം ഫുള്ളാണ്, എല്ലാ റൂമും ഫുള്ളാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് എത്തിയിട്ടും ഇക്കാക്കപ്പം ഇങ്ങനെ റൂം അവിടെ പോയി ഓഫീസിൽ പോയി ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മക്കൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയിട്ട് അവിടെ ഒരു ഊഞ്ഞാലയും ഇതൊക്കെ കണ്ടപ്പോൾ ഓരവിടെ പോയി കണ്ട് കളിക്കുകയാണ്. ഏകദേശം ആ ഒരു 3 മണി മുതൽ 5 മണി വരെ ഞങ്ങൾ റൂമും തിരഞ്ഞ് നടന്നതാണ് തായിഫിൽ കേട്ടോ. ഇവിടെ ഒരു റൂം അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആദ്യമേ റൂം ബുക്ക് ചെയ്തിട്ട് വരണേനെന്ന്. പിന്നെ ഒന്നാമത് ഈ ഒരു സമയം ആയതുകൊണ്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ ഇപ്പോൾ, സൗദിയിലൊക്കെ നല്ല ചൂടാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് നല്ല തണുപ്പുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരാൻ പറ്റിയത് തായിഫാണ്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ജിദ്ദയിലാണ് നിൽക്കണം. അപ്പോൾ ജിദ്ദത്തെ ചൂടെന്നൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചൊരു തണുപ്പ് കൊള്ളാൻ പറ്റിയൊരു സ്ഥലം തായിഫാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ പിന്നെ എങ്ങനെ കിട്ടാൻ അവിടെ റൂം? നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ റൂമിലും ഓരോ വില്ലയിലും ഒക്കെ കയറി ഇറങ്ങിയാണ്ട് റൂമുണ്ടോ ചോദിക്കണതാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞാൻ വേഗം ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കും. കാരണം നമ്മളേത് റൂം നമുക്ക് കിട്ടാന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് കയറുന്ന വീഡിയോ കിട്ടണമല്ലോ യൂട്യൂബിലിടാനെന്ന് വിചാരിച്ചിട്ട് ഓരോ സ്ഥലത്ത് കയറുമ്പോഴും അവിടുത്തെ വീഡിയോ എടുക്കും. പക്ഷെ അവിടുന്ന് റൂമല്ലേ അറിഞ്ഞ് മടങ്ങി പോരുക ചെയ്യാം. അങ്ങനെ അവസാനം ലാസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്ത് നമുക്ക് തിരിച്ച് ജിദ്ദക്ക് തന്നെ പോവാം. എന്താപ്പോൾ ചെയ്യുക, റൂം കിട്ടാതെ എങ്ങനെ നിൽക്കാനാ വിചാരിച്ച്. അപ്പോഴാണ് ലാസ്റ്റത്തെ റൂം ഇതും പാടിന്ന് പറഞ്ഞിങ്ങാണ്ട് ഒരു സ്ഥലത്ത് കയറി വയ്ക്കിയപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഒരു റൂം ഒഴിവുണ്ടേനി. അങ്ങനെ നമുക്കൊരു റൂം കിട്ടി. അതോടുകൂടി സമാധാനമായി. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം കിട്ടി. അങ്ങനെ
നമ്മളെന്ത് ചെയ്യുക, നമുക്ക് വേഗം കിടന്നുറങ്ങുക ആദ്യം വേണ്ടി. എന്നാലല്ലേ നാളെ മൊത്തം തായ്ഫിൽ കറങ്ങാൻ പറ്റുള്ളൂ. ഉറങ്ങാതെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സോറി, നാളല്ല കേട്ടോ, ഇന്ന്. ഇപ്പം ഏകദേശം ഒരു 5 മണി ആയിനല്ലോ. അപ്പം നാളെ എന്ന് പറയാൻ പറ്റില്ല. ജുമുഅ കഴിഞ്ഞിട്ട് തായ്ഫ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓല് പള്ളിയിൽ പോയ നേരം നമ്മൾ റൂമിൽ നിന്ന് നമ്മൾ പണികളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാനും ഇലുവിനെ മാറ്റി സുന്ദരിയാക്കി. അത് കഴിഞ്ഞ് ഞാനും മാറ്റി. ഓല് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓല് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ നേരെ ഭക്ഷണമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ റൂം വെക്കറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി. ലിഫ്റ്റിലല്ല, ഈ സമയം എല്ലാവരും വെക്കറ്റ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം ലിഫ്റ്റിന് വെയിറ്റ് ചെയ്ത് നിന്ന്. അപ്പോൾ പിന്നെ വന്നപ്പോഴോ അതിൽ ഫുൾ ആൾക്കാർ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണതിനെക്കാട്ടി നല്ലത് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോവാ വിചാരിച്ച്. പിന്നെ നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോയി. താഴത്ത് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടേനി എന്നുള്ളത് കണ്ടത്. രാത്രി നമ്മളതിന് പുലർച്ചക്കല്ലേ വന്നത്, അതുകൊണ്ട് ഒന്നും നോക്കാൻ ടൈം കിട്ടില്ല. നേരെ ഒന്ന് പോയി കിടന്നാൽ മതിയേനി. അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ താഴത്ത് ഇറങ്ങിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. പക്ഷേ രാത്രി നല്ല വൈബാവുമേനി ആ ലൈറ്റും ഇതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറി ഇരുന്ന് കുറച്ച് നേരം അവിടുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മളങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ചിറങ്ങി. ഇന്നത്തെ ദിവസം നല്ല അടിപൊളി കാലാവസ്ഥയാണ്. എന്തായാലും വെയിലില്ല, അത് തന്നെ ഭയങ്കര സമാധാനം. ഇന്ന് നമ്മൾ രാവിലെ ഉച്ചക്കാണ് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ മുതലേ ഈ ഒരു മൂടലാണ് അന്തരീക്ഷം മൊത്തം. ഇങ്ങനെ യാത്ര ചെയ്യാനും ഈ ഒരു അന്തരീക്ഷത്തിൽ നല്ല രസമുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് എന്തായാലും കാർമേഘം മൂടിയതല്ലേ, ഒരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ ടൈമിന് നല്ല പെയ്യുന്ന ടൈമാണ്. നാട്ടിലത്തെ ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ നാട്ടിലേക്ക് പോകാൻ പൂതിയാവും. കാരണം നമ്മൾ ഈ പൊള്ളണ ചൂടത്ത് നിന്നുകൊണ്ട് നാട്ടിലത്തെ ആ മഴ പെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ അത് ഭയങ്കര ഒരു മിസ്സിങ് ആണ്. 2-3 ദിവസമായിട്ട് ഇവിടെ മഴ ഉണ്ടാവും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ മഴ കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് തായ്ഫെന്നെങ്കിലും ഒരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര നന്ദിനെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ ഈ യാത്രേൻ്റെ ഉദ്ദേശം തായ്ഫ് കറങ്ങലൊന്നല്ല. അതിനേക്കാളുപരി ഇവിടുത്തെ തണുപ്പ്, ഇവിടെയാണ് ഇപ്പോൾ തണുപ്പുള്ളത്. അപ്പോൾ ഈ തണുപ്പൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തായ്ഫിലേക്ക് വന്നത്. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി തണുപ്പ്, വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ തണുപ്പ് കിട്ടി. അതേപോലെ ഇപ്പം കിട്ടും എന്ന് വിചാരിച്ച ആ മഴ പെയ്തും ചെയ്തിട്ടോ. അതോടുകൂടി ഇനിയിപ്പം തായ്ഫിലൊന്നും കണ്ടില്ലെങ്കിലും വേണ്ടിയില്ല, മഴ കണ്ടില്ലേ എന്നുള്ള സമാധാനം പോലെ ഇനി അന്നേരം അത്രയ്ക്കും സന്തോഷം ഇനി അന്നേരം മഴ പെയ്തപ്പം. അത് നാട്ടിലുള്ളവർക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നിൽക്കുന്ന പ്രവാസികൾക്ക് അത് നല്ലോണം മനസ്സിലാവും, ഒരു മഴ പെയ്യുമ്പോഴുള്ള ആ ഒരു സന്തോഷം. എന്തായാലും നമ്മൾ ഈ മഴ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. കുറേ നേരം നമ്മൾ കാറൊക്കെ നിർത്തി അവിടെ ഇറങ്ങി കുറച്ച് മഴയൊക്കെ നമ്മൾ കൊണ്ടിട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയത് മുന്തിരിത്തോട്ടത്തിലേക്കാണ്. പിന്നെ നമ്മളിവിടെ തായ്ഫിൽ അധികം സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാനില്ല. കാരണം നമ്മൾ തായ്ഫിൽ ഒരുപാട് വട്ടം വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തണുപ്പ് കൊള്ളാൻ വേണ്ടി മാത്രമാണ് തായ്ഫിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കാണാത്തൊരു സംഭവം എന്താ വെച്ചാൽ ഈ മുന്തിരി ഇവിടെ പഴങ്ങൾ ഉണ്ടാവണ സീസണാണിപ്പോൾ. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ തായ്ഫിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മുന്തിരികളെ കാണാമെന്നുള്ളതിന്. അങ്ങനെ മുന്തിരി കാണാൻ ഇറങ്ങിയപ്പോഴാണെങ്കിലോ ഒരു സ്ഥലത്തും നമുക്ക് കാണിച്ചു തരുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ വന്നിട്ട് മുന്തിരി അവിടുന്ന് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തോട്ടം ഒരു തുറന്നു തരുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ചോദിച്ച്. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടുത്തെ ആൾ നല്ലൊരാളേനെ, അയാൾ പറഞ്ഞു നിങ്ങൾ മുന്തിരി പറിക്കരുത്, വീഡിയോസൊക്കെ എടുത്തോളി അങ്ങനെ പറഞ്ഞു. അപ്പം സന്തോഷമായി. അപ്പം എന്തായാലും ആ ആഗ്രഹം നടന്ന്. അങ്ങനെ നമ്മൾ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറച്ച് റീൽസും ഒക്കെ എടുത്ത്. പിന്നെ മുന്തിരി ഞാൻ സത്യം വരച്ച ആദ്യമായിട്ടാട്ടോ ഈ മുന്തിരി ഇങ്ങനെ കുലച്ച് നിൽക്കുന്നത് കാണുന്നത്. ഇതിൻ്റെ മുന്നൊരു വട്ടം മുന്തിരി കാണാൻ വേണ്ടിയിട്ട് തന്നെ തായ്ഫിലേക്ക് വന്നേനി. പക്ഷേ അന്ന് മുന്തിരി കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തേനും മുന്തിരിൻ്റെ സീസൺ കഴിഞ്ഞു പോയി നമ്മൾ വന്നപ്പോഴത്തേനും. എന്തായാലും ഈ പ്രാവശ്യം ആ ആഗ്രഹം സാധിച്ചു. ഇപ്പോൾ വലുതായി തിന്നു നോക്കണ സാധനം ഇത് അത്തിപ്പഴമാണ്. അപ്പോൾ അത്തിപ്പഴത്തിന് ഇത്രയും മധുരം ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതുവരെ ഞാൻ ഉണങ്ങിയ അത്തിപ്പഴം കഴിച്ചിട്ടുള്ളൂ, ഈ പച്ച അത്തിപ്പഴം ഇതുവരെ കഴിച്ചിട്ടില്ലേനി. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടേനി കേട്ടോ, നല്ല മധുരം ഉണ്ടേനി, നല്ല ഇഷ്ടമായി. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നണ ആ ഒരു ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് വാങ്ങി. പിന്നെ നമ്മൾ പോയത് ഒരു പാർക്കിലേക്കാണ്. ഇത് കുറച്ചൊരു ഹൈറ്റുള്ള ഏരിയയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ മയം പെയ്തതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടേനി. നല്ല തണുപ്പ് പറഞ്ഞാൽ ഒരു 17 ആ ഒരു ലെവലിൽ തണുപ്പുണ്ടേനി. അപ്പോൾ ആ തണുപ്പൊക്കെ കൊണ്ടുപോകാണ്ട് നമ്മൾ കുറച്ചധികം നേരം നമ്മൾ ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് അവിടെ പാർക്കിൽ കളിക്കുകയും ചെയ്യാം, നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കുമല്ലോ. നല്ല രസമല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഈ ഒരു കാലാവസ്ഥയിൽ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോവാനുള്ള ജിദ്ദയിലെ ചൂടിലേക്കാണ്. ഈ തണുപ്പൊക്കെ കൊണ്ട് നേരെ ജിദ്ദയിലെത്തിയാൽ നല്ല രസമുണ്ടാവും. അതങ്ങനെയാണ്, നമ്മൾ തണുപ്പത്തു നിന്ന് ചൂടത്തേക്ക് പോകുമ്പോൾ ആ ചൂട് നമുക്ക് തീരെ സഹിക്കാൻ കഴിയാത്ത ഒരു പോലെയല്ലേ തോന്നുക. എനിക്ക് അങ്ങനെ തോന്നലുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ആ ചൂടേറ്റ് അങ്ങനെ ജീവിച്ച് പോവാം. പക്ഷേ ഇവിടെ ഇത്രയും തണുപ്പിൽ നിന്നിട്ട് നേരെ ജിദ്ദയിലേക്ക് പോകുമ്പോൾ ജിദ്ദയിലെത്തിയാൽ അത് നമുക്ക് നല്ല കുറച്ച് ചൂടുള്ള മാതിരി തോന്നും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവണുണ്ടോ? ഇഷ്ടമാവുകയാണെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ പറയണേ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഞാനിത് ആദ്യമായിട്ട് ചെയ്യണത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ശരിയാ ഞാൻ ഇങ്ങനല്ലേ ഇനി ചെയ്യേണ്ടത്, അപ്പോൾ കുറച്ചൊരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടോ. എന്തായാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങി നമ്മൾ നേരെ ജിദ്ദയിലേക്ക് പോവാട്ടോ. ഈ വീഡിയോയിൽ ആകെ തൈഫത്ത് ഉൾപ്പെടുത്തിയത് ഗ്രേപ്സിൻ്റെത് മാത്രമാണ്. കാരണം നമുക്ക് അത് മാത്രമേ കാണാനുള്ളൂ. ഇനി പിന്നെ മെയിൻ ഉദ്ദേശം തണുപ്പല്ലേ അതും. അപ്പോൾ അത് രണ്ടും കിട്ടിയതുകൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് വട്ടം തൈഫിൽ വന്നതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ അവിടെ ഇവിടെയൊന്നും കാണാനില്ലാത്തതുകൊണ്ടും നമ്മൾ നേരെ തിരിച്ച് ജിദ്ദയിലേക്ക് പോവാണ്. അപ്പോൾ ആ കാണുന്നതാണ് തായ്ഫിലേക്കുള്ള എൻട്രി. അത് കഴിഞ്ഞാൽ പിന്നെ ചോരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് തോന്നി ഏതായാലും ഇവിടെയും പാടി കുറച്ച് നേരം ഇരുന്നിട്ട് ഇവിടുന്നും പാടി കുറച്ച് നേരം തണുപ്പൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ പോയിച്ചപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെയും പാടി ഇരുന്നിട്ട് പോയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ ഇറങ്ങി. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ അവിടുന്ന് വലുതായിട്ടുള്ള ഓരോരോ കളികൾ കളിക്കുന്നുണ്ട്. അടുപ്പുണ്ടാക്കിയിട്ടും ചായ ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഓരോ കളികൾ പോലും ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റപ്പാണ് ഇത്. ലൈറ്റ് ഇവിടെ കണലൊക്കെ ഒപ്പിച്ചിന്, ആ കാട്ടിൽ നമ്മൾ ഒപ്പിച്ചുകൊണ്ടെന്ന് നമ്മുടെ സൂപ്പർ റെഡിയാ. ചൂടായിക്കോട്ടെ. ഇതാദ്യം എന്നെക്കൊണ്ട് നിർബന്ധിച്ചെടുപ്പിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇമ്മച്ചി ഏതായാലും യൂട്യൂബിലേക്ക് വീഡിയോ ഒക്കെ എടുക്കില്ലേ, അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇതും എന്തായാലും ചേർക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഓന് ഉണ്ടാക്കിയ ഈ സാധനം കൊണ്ട് ഓന് വീഡിയോ എടുപ്പിച്ചതാട്ടോ. അപ്പോൾ ഓനതൊക്കെ പറയണത് കണ്ടപ്പോൾ അതിൻ്റെ ബാക്കിൽ നിങ്ങൾ കരയണ കേട്ടില്ലേ, അത് മോള് ഇലു. അപ്പോൾ ഇലു ഓൾത് ആർക്കും കാണിച്ചു കൊടുത്തില്ല, ഓൻ്റെത് മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓള് നല്ല കരച്ചിലേനി. അപ്പോൾ പിന്നെ ഓക്ക് വെറുതെ ഇവിടെ ഒരു ലൈറ്റും വെച്ചെടുത്ത് കണ്ട് ഓളതാണെന്നും പറഞ്ഞുകൊണ്ട്
അങ്ങനെ ഓളെ വീഡിയോ എടുക്കുക. ഓളിങ്ങനെ എന്തൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ അതൊക്കെ കഴിഞ്ഞ് ഇതവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. ഇനിയുള്ളത് ഫുള്ള് ചുരമാണ്. അപ്പോൾ ചുരത്തിൻ്റെ 2-3 ക്ലിപ്സും പാടി ഞാനിവിടെ ആഡ് ചെയ്തിട്ട് നമ്മളെ ഇന്നത്തെ ഇത് ഏകദേശം കഴിയാനായി. അപ്പോൾ എന്താണ് ഇനി നല്ല ക്വാളിറ്റി വീഡിയോസ് ചെയ്യാൻ കഴിയണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കമല്ലേ, അപ്പോൾ ഇതിങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താണ് കൂടുതൽ റെസിപ്പീസും അതുപോലെ ഡേ ഇൻ മൈ ലൈഫ്, ക്ലീനിങ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.